ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമ്മൾക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിൻ്റെ ഒരു പ്രത്യേക വശം മാത്രമാണ്. അതിനെ എടുക്കേണ്ട രീതിയിൽ എടുക്കണം, തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശാസ്ത്രീയമായ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഏത് തരത്തിൽ നമുക്ക് മനസ്സിലാകുന്നു, ഏത് തരത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു, നമുക്കത് സ്വീകരിക്കാൻ എത്രമാത്രം എബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള നിരക്കിൽ ഇതെല്ലാം മാറ്റങ്ങളും വരുന്നുണ്ട്. ഇതിലെല്ലാം പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയമായ വാർത്തകളെ, ശാസ്ത്രത്തെ ആളുകൾ സ്വീകരിക്കുകയും അതിനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നതെല്ലാം പല രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം പല പല ഡെഫിനേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ശാസ്ത്രത്തെ പലരും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അത്ര ശാസ്ത്രീയമായ അറിവില്ലാത്തവർ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി കാര്യങ്ങളെ കാണുവാൻ സാധിക്കാത്തവർ പലരും ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ബഹിരാകാശ സഞ്ചാരം നടത്തുന്നത് എന്തോ വലിയ കാര്യമാണെന്നും അങ്ങനെ നടത്തുന്നവരെ വളരെ ദൈവികമായി കാണുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നു, ബഹിരാകാശ യാത്ര നടത്തുന്നത് അല്ലെങ്കിൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നത് എത്രമാത്രം നമ്മളുടെ ലോകത്തെ, നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ സഹായിക്കുമെന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ വെരി ഇമ്പോർട്ടൻസി മനസ്സിലാക്കാതെയല്ല ഞാനീ പറയുന്നത്. പക്ഷേ ആളുകൾ, ഒന്നും അറിയത്തില്ലാത്ത ആളുകൾ ഇതെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ അറിയാവോ? അതുമില്ല. ഞാൻ പറയുന്നു, ഇതെല്ലാം വലിയ കാര്യം തന്നെയാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം എന്നെക്കാളും നന്നായിട്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതിൻ്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഈ ബഹിരാകാശ യാത്ര നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് അവരും. അവർക്ക് ആ മേഖലയിൽ കുറച്ച് അറിവുണ്ട്, ആ മേഖലയിൽ അവർ എക്സ്പേർട്സാണ്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് കരുതി അവരെന്തോ കൊമ്പത്തുള്ള ആളുകളൊന്നും ഉള്ളതല്ല. ഈ റോട്ടിൽ കൂടെ ആളുകൾ, നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് തന്നെയാണ് അവർ ബഹിരാകാശത്തോട്ടും പോകുന്നത്. ഉടനെ തന്നെ മണ്ടന്മാർ പറയും, ഈ ഡ്രൈവ് ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ അങ്ങോട്ട് പോകുന്നതല്ല. ഡ്രൈവ് ചെയ്യുന്ന ഈസി ആണെന്ന് ആരാണോ പറഞ്ഞത്? ആയുർവേദ വിധി പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? തട്ടിപ്പോകാൻ ചാൻസ് ഇല്ല, വണ്ടി ഇടിക്കാൻ സാധ്യതയില്ലേ? എന്ത് മണ്ടത്തര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്? വിഡിത്തമല്ല ശരിക്കും. പഴയ കാലത്ത് നിന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം. എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് വിശ്വസിച്ചാണ് ഒരു പേടകമായിട്ട് വഴി കൂടെ പോകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുകൊണ്ട് അതൊരു മണ്ടത്തരമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് ആ മേഖലയിൽ അവർക്ക് കഴിവുണ്ട്, അവരതിൻ്റെ എക്സ്പേർട്സാണ്, അവർക്ക് ആ കാര്യങ്ങളെല്ലാം നോളജ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ റോട്ടിൽ കൂടെ ഓടിക്കുന്ന പോലെ തന്നെ ഈസിയാണ് അവർക്കത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ എങ്കിൽ പോലും അവർക്കത് അറിയാവുന്നതുകൊണ്ട് അവർക്കത് ഈസിയാണ്. നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് അത് നമുക്ക് പാടാണ് എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യമില്ല, നമുക്ക് ഈസിയാണ്. എന്നാൽ അതൊരു റിസ്ക് ഇല്ലേ? ഉണ്ട്. അത് തന്നെ അവിടെയും സംഭവിക്കുന്നുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അപ്പാവി പാർട്ടികളാണ് ഈ പോകുന്നത്. അതല്ലാണ്ട് കുറച്ചൊക്കെ ഞാൻ ചില കടന്നു പറയുകയാണ്, കുറച്ചൊക്കെ വെളിവുള്ള ആൾക്കാരാണെങ്കിൽ ആ റിസ്ക് എടുത്ത് അവിടെ പോയി ഒന്ന് സ്വന്തം ജീവിതം പണയം വെച്ച് പോകാനൊന്നും ആരും തയ്യാറാകത്തൊന്നുമില്ല. മനുഷ്യൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അപ്പോൾ കുറച്ച് മൂച്ചുള്ള, കുറച്ച് ഇച്ചിരി ഒരു ഇളക്കം പിടിച്ച ആൾക്കാരാണ്, ഇച്ചിരി മൂച്ചുള്ള ആൾക്കാരാണ് ഈ പോകുന്നത്. അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറയുന്നത്. ആരെയും മോശമാക്കി പറയുമൊന്നുമല്ല, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇച്ചിരി ധൈര്യമുള്ളവർ, ഇച്ചിരി മൂച്ചുള്ളവരാണ് ഈ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ലൈഫ്, കാരണം അങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധമില്ല. പോയത് തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും പോകുന്നത്. അപ്പോൾ
അതിന് റിസ്ക് കുറച്ചൊക്കെ വെളിവുണ്ട് എന്ന് നമ്മൾ പറയുന്നവർ, വെളിവുണ്ടെന്ന് പറഞ്ഞ് വിവരമല്ല, കുറച്ചൊക്കെ ഈ കാര്യത്തിൽ നോളജുള്ള ആൾക്കാർ അങ്ങ് പോകത്തൊന്നുമില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങ് തിരിച്ചു വന്നില്ല എന്നിരിക്കും. അതുകൊണ്ട് പോകത്തില്ല. വിദ്വാന്മാരൊക്കെ ഇവിടെ നാസയിൽ തന്നെ ഇരിക്കും. കുറച്ചിളക്കം പിടിച്ച മൂച്ചുള്ള ടീമുകൾ പോവും. വന്നാൽ വന്നു, പോയാൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ആ കാര്യം. പിന്നെ എന്തുകൊണ്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നമുക്കൊന്നാമത് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ആ തരത്തിലില്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിൻ്റേതായ വീക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രവും മനുഷ്യനും രണ്ടും രണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും പുതിയ ആധുനിക വീക്ഷണമാണ് ശാസ്ത്രത്തിൻ്റെ വീക്ഷണം. ശാസ്ത്രത്തിൻ്റെ വീക്ഷണം ഈ പഴയ ഫിലോസഫി ദരിദ്രവാസികൾ വിവരിക്കുമ്പോഴാണ് അതെല്ലാം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വീക്ഷണങ്ങൾ ഏറ്റവും സിമ്പിളാണ്, നമുക്ക് വളരെ അഫോർഡബിളാണ്, വളരെ ഈസി, നമ്മുടെ ലൈഫിന് ഈസി ആക്കുന്ന ഇതാണ്. അപ്പോൾ അത്തരം വീക്ഷണങ്ങളൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ്, അത്തരം അറിവുകളൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഈ ബഹിരാകാശ സെറ്റപ്പ് എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനും ഇങ്ങനെ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഇത് ഭയങ്കര എന്തോ സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ പരമാവധി നേടുക. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പറയുന്നതാണ് കുറച്ചുകൂടെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.